പക്ഷേ ഇതിൻ്റെ ടോർക്ക് കൺവേർട്ടറിനേക്കാളും ഓട്ടോമാറ്റിക്കിനേക്കാളും അല്ലെങ്കിൽ നല്ലത് മാനുവലാണെന്ന് പറയാൻ ഒരു വലിയ കാരണമുണ്ട്. പക്ഷേ കുശാക്കിന് വിഭിന്നമായിട്ട് ആ ഒരു വണ്ടിയുടെ എൻജിൻ ഈ ഒരു വണ്ടിക്ക് വന്നപ്പോൾ ഇത് ഭയങ്കര രസമായി ഓടിക്കാനായിട്ട്. ഭയങ്കര രസം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ചോയ്സ് ഏതാ? ഓട്ടോമാറ്റിക് ആണോ മാനുവലാണോ? എന്തുകൊണ്ട്? താഴെ കമൻറ്റ് ചെയ്യൂ. നമ്മുടെ നാട്ടിലെ വണ്ടി കച്ചവടം എന്ന് പറയുന്നത് പല സമയത്തും പലതാണ്. ഇപ്പോൾ ഹാച്ച് ബാക്കുകൾ, കോമ്പാക്ട് സെഡാനുകൾ, SUV-കൾ, സെഡാനുകൾ, അങ്ങനെ പലവിധமான വണ്ടികളുണ്ട്. എനിക്ക് തോന്നുന്നു അതിലേക്ക് വന്നിട്ട് ഒരു ബൂം പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു കാറ്റഗറി തന്നെയാണ് കോമ്പാക്ട് SUV-കൾ. സബ് 4 മീറ്റർ, 4 മീറ്റർ താഴെയുള്ള വണ്ടികൾ. അതിന് കുറേ ബെനിഫിറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അക്കൂട്ടത്തിൽ ഒരുപാട് നല്ല വണ്ടികളുണ്ട്. ഇപ്പോൾ മഹീന്ദ്ര 3XO, അതുപോലെ XU3XO, അതുപോലെ കിയ സോണറ്റ്, ആ ഒരു ഹുണ്ടായ് വെന്യൂ, അങ്ങനെ കുറേ വണ്ടികളുണ്ട്. ഇപ്പോൾ താറും ജിമിനിയും അടക്കം അണ്ടർ 4 മീറ്ററാണ്, സബ് 4 മീറ്റർ എന്ന് പറയാം. അപ്പോൾ അക്കൂട്ടത്തിലേക്ക് വന്നിട്ടുള്ള ഒരു പുതിയ അവതാരം എന്നൊക്കെയാണ് നമുക്ക് ഈ ഒരു വണ്ടിയെ പറയാൻ പറ്റുക. ഇത് സ്കോഡയുടെ കൈലാക്കാണ്. ക്രിസ്റ്റൽ എന്ന അർത്ഥം വരുന്ന ആ ഒരു കൈലാക്ക് എന്നുള്ള പേരെന്ന് പറയുന്നത് ഒരു മലയാളിയുടെ സംഭാവനയാണ്. അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയിൽ നിർമ്മിച്ച വണ്ടി എന്നാണ് ഒരു പറയുന്നത്. ഗ്ലോബൽ പ്രീമിയർ നടന്നുണ്ട്. അപ്പോൾ ഇതൊരു യൂറോപ്യൻ കാറല്ല, ഒരു ഇന്ത്യൻ കാറാണ് സ്കോഡയുടെ എന്ന് പറയാം. പക്ഷേ ഇവിടെ നിന്നാണ് എല്ലാ സ്ഥലത്തേക്കും കയറി പോകുന്നത്. അതുകൊണ്ട് തന്നെ പല യൂറോപ്യൻ കാറുകൾ കാണുന്ന കാര്യങ്ങൾ ഈ ഒരു വണ്ടി കാണാം. എന്തായാലും കമ്പനി എന്ന് പറയുന്നത് ആ ഒരു സ്കോഡ ആയതുകൊണ്ട് തന്നെ സ്കോഡയുടെ എല്ലാവിധ കാര്യങ്ങളും കാണുന്ന ഒരു വണ്ടിയാണ് ഈ ഒരു കൈലാക്ക് എന്നുള്ളതാണ്. സംഭവം കുഞ്ഞാണ്, പക്ഷേ ചെറിയ വണ്ടിയാണെങ്കിലും വലിയ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എൻട്രി ലെവൽ വണ്ടി എന്ന് അവരുടെ ആ ഒരു പോർട്ട്ഫോളിയോ പറയാവുന്നത് കൈലാക്കിനെയാണ്. ഇതൊരു കേരളത്തിലെ ഒരു വണ്ടിയാണെന്ന് പറയാം. അതായത് ഒരു മലയാളി പേരിട്ട വണ്ടിയാണ്. വേണമെങ്കിൽ നമുക്ക് ചോറൂണ് കഴിഞ്ഞ വണ്ടി എന്നൊക്കെ പറയാം. അപ്പോൾ ഇതിൻ്റെ ഒരു പേരെന്ന് പറയുന്നത് കൈലാക്ക് എന്നാണ്. കൈലാക്കിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് ക്രിസ്റ്റൽ എന്നാണ്. അപ്പോൾ ഈ വണ്ടിക്ക് സ്കോഡയുടെ ആ ഒരു കുശാക്കുമായിട്ട് ഒരുപാട് സാമ്യങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, മുൻവശമാണെങ്കിലും വശങ്ങളാണെങ്കിലും ഒക്കെ ആ ഒരു സാമ്യം കാണും. ഒബ്വിയസ്ലി നമ്മുടെ നിരത്തിൽ ഫോക്സ്വാഗൺ പോളോ ഒരു എന്തൂസിയാസ്റ്റിക് ചോയ്സ് ആയിരുന്നു കുറച്ച് കാലം മുന്നേ. പക്ഷേ പോളോ പിൻവലിക്കണ്ടായി. അവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് തോന്നുന്നു 10 ലക്ഷം താഴെ വാങ്ങാൻ പറ്റിയൊരു വണ്ടി സ്കോഡയ്ക്കോ ഫോക്സ്വാഗണോ ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസ് ഫില്ല് ചെയ്യാനായിട്ട് വന്ന വണ്ടി എന്നൊക്കെ കൈലാക്കിന് പറയാം. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 7.80, ആ ഒരു ടോപ്പ് എന്നെ 14.40 ആണ്. അപ്പോൾ ഈ വണ്ടികളുടെ ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ആ ഒരു ബേസ് മോഡലിന് ആ ഒരു റൂഫ് റെയിൽ ഉണ്ട്, 6 എയർ ബാഗ് ഉണ്ട്, ഏറെക്കുറെ കോസ്മെറ്റിക് ചേഞ്ചസ് ഒക്കെ കാര്യങ്ങളുള്ളൂ, ആ ഒരു ഇൻഫോർടൈൻമെൻറ്റും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് വെന്റിലേറ്റർ സീറ്റ് അടക്കം എല്ലാം ഉണ്ട്. ടോപ്പ് എൻഡ് മോഡലായിട്ട് പ്രസ്റ്റീജാണ്. അപ്പോൾ ഈ വണ്ടിക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയണം. അതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. അപ്പോൾ വെൽക്കം ടു വണ്ടി പ്രാന്തൻ. സ്കോഡ ഇന്ത്യയിൽ 25 വർഷം തികച്ചെന്ന് പറയുന്നത്. ആ ഒരു 25 വർഷത്തെ സമ്മാനമായിട്ട് നമുക്ക് ഒരു കൈലാക്കിനെ കാണാം. അതുകൊണ്ട് തന്നെ ആയിരിക്കും അവർ പേരിടാനുള്ള ചടങ്ങൊക്കെ നടത്തിയത്. അപ്പോൾ കുശാക്കുമായിട്ടുള്ള സാമ്യം ഈ ഒരു വണ്ടിക്ക് പലയിടത്തും കാണാം. ഇപ്പം മുന്നിലാണെങ്കിലും ഒക്കെ. പക്ഷേ തെളിച്ച് കൃത്യമായി നോക്കിയാൽ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ഗ്രില്ല്, അല്ലെങ്കിൽ ആ ഒരു DRLൻ്റെ പൊസിഷനിങ്, ആ ഒരു LED ഹെഡ് ലാംപ്സ്, ഈ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു കൈലാക്കിലുണ്ട്. താഴെ കാണുന്ന ആ ഒരു ഹണിക്കോം പാറ്റേൺ നോക്കി വെച്ചോ, ഇത് ഈ വണ്ടിക്കകത്ത് ഒരുപാടുണ്ട് എന്നുള്ളതാണ്. താഴത്തെ ബമ്പറും കൊള്ളാം, നല്ല രസമുള്ള ലിപ്പ് ആ ഒരു ബമ്പറിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്ലാസ്റ്റിക് ആ ഒരു താഴെ ബ്ലാക്ക് ഇൻസൈഡായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇന്നലെ ഒരു കാണിച്ച വണ്ടിക്കകത്ത് പാർക്കിംഗ് സെൻസറൊക്കെ ഒഫീഷ്യൽ ആക്സിഡൻറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു വണ്ടിക്കകത്ത് നമുക്കത് കാണുന്നില്ല എന്നുള്ളത് കേട്ടോ. ഇതാണ് സ്കോഡയുടെ ലോഗോ. ഇനി ബോണറ്റ് നോക്കിയാൽ ബോണറ്റിൻ്റെ മുകളിലുള്ള ആ ഒരു ക്രീസിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. മുകളിൽ വൈപ്പറിന് ആ ഒരു ഫ്ലാപ്പ് കൊടുത്ത് എയറോഡൈനാമിക്സിനാണ്. പിന്നെ മുകളിൽ കണ്ണാടി കാണാം. അഡാസ് ക്യാമറ ഇല്ല, ഇതിനകത്ത് അഡാസ് ഇല്ല. സൺറൂഫ് ഉണ്ട്, ആ ഒരു സാധാ സൺറൂഫാണ്. 2 റൂഫ് റെയിൽസും ഉണ്ട് എന്നുള്ളതാണ്. വശങ്ങളിലാണ് കുശാക്കുമായിട്ട് സാമ്യതകൾ തീരെ കുറവ്. ഈ ഒരു ബോഡി എന്ന് പറയുന്നത് ക്ലീനാണ്. വലിയ ലൈനോ അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഒരു ചെറിയ ബൾജ് പോലെ കാണാമെന്ന് മാത്രമേ ഉള്ളൂ. ക്ലീനാണ് ബോഡി എന്നുള്ളതാണ്. താഴെ ആ ഒരു ബ്ലാക്ക് ക്ലാഡിങ് ഉണ്ട്, അത് ചുറ്റുമുണ്ട് വണ്ടിക്ക്. അതായത് കോമ്പാക്ട് SUV-കളുടെ ആ ഒരു സ്വഭാവമാണത്, അത് ഈ വണ്ടിയിലും കാണാമെന്നുള്ളതാണ്. ഇനി ഈ അലോയ് വീൽ ഡിസൈൻ ഇഷ്ടപ്പെട്ടോ? എനിക്കിത് ഇഷ്ടപ്പെട്ടു. 5 ബോൾട്ടാണ്, കൂടാതെ 17 ഇഞ്ചാണ്. 255 617 സൈസിലെ ഈ ഒരു വീല് കാണാൻ ഭംഗിയുടനകത്ത് ആ ഒരു പാഡിങ് എല്ലാം കൊള്ളാം. ഇത് മക്ഫേഷൻ സെറ്റ് തന്നെയാണ് ഫ്രണ്ടിൽ. റൈഡിനെ കുറിച്ച് വണ്ടി ഓടിക്കുമ്പോൾ പറയാം. ഇവിടെ കുറച്ച് ആ ഒരു കൂട്ടി വെച്ചേക്കുന്ന ആ ഒരു പ്ലാസ്റ്റിക് ലാഡിങ് XUV 3XO ആയിട്ടൊരു സാമ്യം തോന്നിയില്ലേ. ഇനി ഡോർ ഹാൻഡിലിൻ്റെ മുകളിൽ നമുക്ക് ആ ഒരു ക്രോം ഇൻസേർട്ടുകൾ കാണാം. എനിക്ക് തോന്നുന്നു കോമ്പാക്ട് SUV-കളിലെ ഏറ്റവും ചെറിയ ആ ഒരു സൈഡ് മിററുള്ള വണ്ടി കൂടെയാണ് ഈ ഒരു കൈലാക്ക്. അതിവിടെ കാണാം. അതിന് മുകളിൽ ഒരു LED ലൈറ്റിംഗ് ഉണ്ട്. ഇനി A പില്ലർ ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ടില്ല, പക്ഷേ B പില്ലറിൽ ആ ഒരു ബ്ലാക്ക് ഇൻസേർട്ട് ഉണ്ട്. ഈ ഒരു ബോർഡർ ലൈനായിട്ട് കൊടുത്തു, ബ്ലാക്കിലാണ്. ഈ റൂഫ് റെയിൽ ഫ്ലഷാണ് ബോഡിയോട്. അതിൻ്റെ മുകളിൽ ചെറിയ ആ ഒരു ഇൻസേർട്ടുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഷാർക്ക് ഫിന്നാണ് ഈ ഒരു കൈലാക്കിൻ്റെ ആൻറ്റിന.
ഇനിയാണ് 3X ഒക്കെ ഉള്ളതും എന്നാൽ കൈലാക്കിനും ഇല്ലാത്തതായിട്ടുള്ള കാര്യം കാണിക്കുന്നത്. അത് പിന്നിലെ ആ ഒരു ബ്രേക്കാണ്. കൈലാക്കിന് ഡ്രം ബ്രേക്കാണ്, പക്ഷേ 3X ഒക്കെ അത് ഡിസ്ക്കാണ് എന്നുള്ളതാണ്. കണ്ടോ, ഈ ക്ലാഡിങ്ങിൻ്റെ ഇവിടെ കുറച്ചൊരു കട്ടിങ് ഒത്തിരി ഭംഗിയായിട്ട് തോന്നി. അതായത് ചെറിയ അറ്റൻഷൻ ഡീറ്റെയിൽ ആണ് ഈ ഒരു ഹണിക്കോം പാറ്റേണും. അതുപോലെ തന്നെ പറയേണ്ട കാര്യമാണ് സംഭവം വണ്ടി സബ് 4 മീറ്ററാണ്. ഇതിൻ്റെ ആ ഒരു വീൽ ബേസ് എന്ന് പറയുന്നത് 2566 മില്ലിമീറ്ററാണ്. ഗ്രൗണ്ട് ക്ലിയറൻസോ 189 മില്ലിമീറ്ററാണ്. പിന്നെ ഈ കൈലാക്കിൻ്റെ ബൂട്ടെന്ന് പറയുന്നത് 446 ലിറ്ററാണ്. 446 ലിറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ എവരിഡേ ലഗേജൊക്കെ യാത്ര ചെയ്യുമ്പോൾ കൊണ്ടുപോകാനായിട്ട് എളുപ്പമാണ്. കാരണം സ്പേസ് ഉണ്ട്. ലോഡിങ്ങിൽ ഇപ്പോൾ ഒത്തിരി ഹൈ ആയിട്ട് തോന്നി. ആ പെട്ടിയുടെ ഷേപ്പ് കണ്ടാൽ മനസ്സിലാവും. പിന്നെ 60-40 സ്പ്ലിറ്റുള്ള ആ ഒരു സീറ്റുകൾ കാണാം. ഇനി വണ്ടിയുടെ അകത്ത് സ്പെയർ വീൽ ഉണ്ട്. സ്പെയർ വീൽ എന്ന് പറയുന്നത് അലോയ് അല്ല, അത് ആ ഒരു സ്റ്റീൽ വീൽ തന്നെയാണ്. ഈ സ്റ്റീൽ വീലിനകത്ത് അവർ ആ ഒരു ടൂൾസൊക്കെ വെച്ചിട്ടുണ്ട്, തെർമോക്കോളൊക്കെ വെച്ചിട്ട് കണ്ടോ. ആ ഒരു ടൂൾസിൻ്റെ ആ ഒരു പാഡിങ് എല്ലാം കണ്ടില്ലേ, അത് ബെൽറ്റൊക്കെ ഇട്ട് കെട്ടിയിട്ടുണ്ട്. കാരണം സൗണ്ടും ലഹളൊന്നും ഉണ്ടാക്കില്ല. സ്കോഡ കൈലാക്കിന് ഒരു പാഴ്സൽ ഷെൽഫ് ഉണ്ട്. പിന്നെ സിംപ്ലി ക്ലെവർ എന്നൊക്കെ പറയാവുന്ന വിധത്തിലുള്ള ആ ഒരു സീറ്റിൻ്റെ ഹാൻഡിൽ, ആ ഒരു പൊസിഷനിങ് ഹാൻഡിൽ, അത് നമുക്ക് ആ ഒരു റെഡ് പൊങ്ങി വരും. ഇത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടോ? വീണ്ടും ജിംനിയുമായിട്ടുള്ള സാമ്യം ഞാനിവിടെ കാണാണ്. കൈലാക്കിന് 3 ഹെഡ് റെസ്റ്റുകളും 3 പ്രോപ്പർ സീറ്റ് ബെൽറ്റും ഉണ്ട്, സേഫ്റ്റിയുടെ കാര്യം. പിന്നെ ഈ ഒരു ഡോറിൻ്റെ മുകളിൽ കണ്ട ആ ഒരു ഹാൻഡിൽ കണ്ടോ, ഇതും പിടിച്ചടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയാണ്. ഓക്കെ, നിങ്ങൾക്ക് സ്കോഡ കൈലാക്കിൻ്റെ ആണോ കുശാക്കിൻ്റെ ആണോ പിൻവശം ഇഷ്ടപ്പെട്ടത്? താഴെ കമൻറ്റ് കിട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടത് കുശാക്കിൻ്റെയാണ് കുറച്ചും കൂടി ആ ഒരു ക്ലാസ് എടുത്ത് വന്നത്. ഇവിടെ കൊടുത്ത ആ ഒരു പ്ലാസ്റ്റിക് പീസിന് ഒരു ചീപ്നെസ് ഉണ്ട് സ്കോഡ ലോഗോ ഉള്ള ആ ഒരു പീസിന്. പക്ഷേ അതിൻ്റെ മുകളിൽ കൊടുത്ത ഒരു ഹണിക്കോം പറ്റുന്നില്ല. ഇനി LED ടൈലാമിൻ്റെ ഡിസൈൻ നോക്കി. ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ട്രെൻഡ് പിന്തുടർന്ന് വലിയൊരു ലൈറ്റ് വെച്ചിട്ടില്ല എന്നുള്ളതാണ്. എനിക്ക് നന്നായി തോന്നി. പിന്നെ വേരിയൻറ്റ് ബാഡ്ജിങ് ഇല്ല, പകരം കൈലാക്ക് എന്നുള്ള ആ ഒരു പേര് മാത്രമേ ഉള്ളൂ. പിന്നെ ബമ്പറിൻ്റെ മുകളിൽ ആ ഒരു റിഫ്ലക്ടർ ഉണ്ട്. വലിയ ബമ്പറാണ്. ബമ്പറിൻ്റെ ഒരു കാര്യം കണ്ടോ, അതിൽ ആ ഒരു ഇൻസേർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ടെയിൽ പൈപ്പ് വിസിബിൾ അല്ല, അത് താഴെ കൂടെ നോക്കിയാൽ തന്നെ കാണുള്ളൂ. അതായത് നമ്മൾ കുനിഞ്ഞിരുന്ന് നോക്കണം. പാർക്കിംഗ് സെൻസർ ഉണ്ട്. പിന്നെ ഇവിടെ ആ ഒരു പാർക്കിംഗ് ക്യാമറ കൂടെ കാണാമെന്നുള്ളതാണ്. ക്ലീൻ ആയിട്ടുള്ള ലൈൻസിൻ്റെ ബാക്കിൽ വന്നിട്ടുള്ള ആ ഒരു ഹൗച്ച് ചെയ്തിട്ടുള്ള ഒരു ഭാഗം കണ്ടോ, അങ്ങനെ തന്നെ പറയാതെ ആ ഒരു ഭാഗത്തിന് 3X ഒരു സാമ്യം തോന്നിയില്ലേ. പിന്നെ എനിക്ക് ഇവിടുന്ന് കാണുമ്പോൾ ആ ഒരു വണ്ടിയുടെ ലുക്ക് എന്ന് പറയുന്നത്, പ്ലെയിൻ ലുക്ക് എന്ന് പറയുന്നത് തീർത്തും ഇഷ്ടപ്പെട്ടു. അതായത് എനിക്ക് കൈലാക്കിൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഐ ലൈക്ക് ഇറ്റ്. എല്ലാ ഫോക്സ്വാഗൺ വണ്ടികളുടെയും അല്ലെങ്കിൽ സ്കോഡ വണ്ടികളുടെയും പോലെ പുഷ് ടു ഓപ്പൺ ആണ് ഈ ഒരു ഫ്യൂൽ ടാങ്ക് അല്ലെങ്കിൽ ഫ്യൂൽ ഫില്ലിംഗ് ക്യാപ്പ് എന്നുള്ളതാണ്. സ്കോഡയുടെ കൈലാക്കിന് ഒരൊറ്റ എഞ്ചിനേ ഉള്ളൂ. ഈ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് ആ ഒരു 999 cc ടർബോ ചാർജർ പെട്രോൾ എഞ്ചിനാണ്. ഇത് നമ്മൾ കുശാക്കിൽ കണ്ട് കുശാക്കിൻ്റെ ആ ഒരു 1 ലിറ്റർ എന്ന് പറയുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. കുശാക്കിൻ്റെ എഞ്ചിൻ തന്നെയാണെന്ന് മനസ്സിലാക്കാൻ ഇവിടെ ഒരു ഇൻസെർട്ട് കണ്ടോ, ആ ഒരു പൈപ്പ് ഉള്ളത്. അതിനകത്ത് ഒന്നുമില്ല, പക്ഷേ അത് ഇൻസെർട്ടാണ്. നമുക്ക് കുശാക്കിലും അത് കാണാം. 3 സിലിണ്ടർ മാർക്കിംഗ് ഉണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ കൂടെ 2 ഗിയർ ബോക്സുകളാണ്. MQ200 എന്ന് പറയുന്ന 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടറും AQ250 എന്ന് പറയുന്ന 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനുമാണ്. അപ്പോൾ DCT അഥവാ DSG ഇവിടെ ഇല്ല. പിന്നെ ഈ ഒരു ഭാഗം കണ്ടോ, ആ ഒരു ഡ്രെയിൻ എന്ന് പറയുന്നത് ഒരു കുഴിയായിട്ടാണ് വെച്ചേക്കുന്നത്. ഈ വണ്ടിക്ക് 115 ഹോഴ്സ് പവറും 178 ന്യൂട്രൺ മീറ്ററുമാണ്. ടാറ്റ മോട്ടോഴ്സിൻ്റെ ആ ഒരു കർവിൽ കണ്ടുപോലുള്ള പൈപ്പൊക്കെ ആണെന്ന് തോന്നും, പക്ഷെ അല്ല, ഇത് സോളിഡാണ് കേട്ടോ, അത് പറയണം. ബോണറ്റ് നോക്കിയേ, അതിനകത്ത് ബോണറ്റ് ഇൻസുലേഷൻ ഇല്ല എന്നുള്ളതാണ്. എഞ്ചിൻ റൂമിനകത്ത് ഒരു അസ്വാഭാവികത എന്ന് പറയുന്നത് ഈ ഒരു ട്രേ ആണ്. ഈ ട്രേ കുറച്ച് വലുതാണ്, പക്ഷേ ബാറ്ററി ചെറുതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പൈപ്പിൻ്റെ പീസും ഈ ഒരു ട്രേയുടെ ആ ഒരു ഭാഗവുമാണ് അസ്വാഭാവികമായിട്ട് ഞാൻ കണ്ടത് എന്നുള്ളതാണ്. സ്കോഡെ സിംപ്ലി ക്ലെവർ എന്ന് പറയുന്നത് വെറുതെ അല്ല, അവിടെ ആ ഒരു മാർക്കിംഗ് എല്ലാം കണ്ടോ, വാഷ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വാഷ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. പിന്നെ ആ ഒരു നോസിൽസ് കണ്ടോ, ഇതൊക്കെ ഇതിൻ്റെ ആ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ തോട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ വണ്ടിക്ക് ആ ഒരു ബ്രേക്ക് വൈപ്പിംഗ് കൂടെ ഉണ്ട്, സേഫ്റ്റി ഫീച്ചറായിട്ട് ഡിസ്ക് ബ്രേക്കിൻ്റെ വൈപ്പിംഗ് കൂടെ ഉണ്ട്. ഇനി ഇതിനകത്തേക്ക് കയറുന്നതിൻ്റെ മുന്നേ ഇതിന് 4 വേരിയൻ്റാണ്. ക്ലാസിക്, സിഗ്നേച്ചർ പ്ലസ് ആൻഡ് പ്രസ്റ്റീജ്. ഈ പ്രസ്റ്റീജാണ് ഈ ഒരു ടോപ്പ് ആൻഡ് മോഡൽ എന്നുള്ളതാണ്. നമ്മുടെ കയ്യിൽ കീണ്ട്, നമുക്ക് അകത്ത് കയറാം. അതിനകത്ത് ആ ഒരു റിക്വഡ് സെൻസർ ഉണ്ട്, അത് പ്രസ് അകത്ത് കയറാം. ടിപ്പിക്കൽ സ്കോഡയാണ്. ഇവിടെ നമുക്ക് ആ ഒരു കുശാക്കുമായിട്ടുള്ള സാമ്യമുള്ള ആ ഒരു ഡോർ പാഡ് കാണാം. ഡോർ പാഡൊക്കെ എലഗൻ്റ് ആയിട്ടോ ഒന്നും പറയാനില്ല. ആ ഒരു ഹണിക്കോം പാറ്റേണൊക്കെ വെച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഗ്രേ ഇൻസേർട്ട് ഉണ്ട്, ആ ഒരു വെള്ള ഇൻസേർട്ട് ഉണ്ട്, മുകളിൽ ആ ഒരു ക്രോം ഇൻസേർട്ട് കാണാം ഡോർ ഹാൻഡിലിൽ. പിന്നെ സ്പീക്കർ കാണാമെന്നുള്ളതാണ് കേട്ടോ. സിംപ്ലി ക്ലെവർ എന്ന് പറയുന്നൊരു കാര്യം ഇവിടെ കാണാം. ആ ഒരു പ്ലാസ്റ്റിക് പീസ് ഉണ്ട് ഡോറിനടിയിലെ, ചളി അകത്തേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള, അത് ഇതിനെ ആ ഒരു ക്ലാഡിങ്ങുമായിട്ട് യോജിച്ചിട്ടാണ് ഇറക്കിയത്. കണ്ടോ, ഇത് ഓപ്പണിംഗ് ആണ്, അതിനകത്തേക്കാണ് അത് ഫിക്സായി പോവുക.
ഇതാണ് സ്കോഡ കൈലാക്കിൻ്റെ ഡാഷ്ബോർഡ്. ഈ ഡാഷ്ബോർഡിന് കുശാക്കമായിട്ടുള്ള സാമ്യം എവിഡൻ്റ് ആണ്, അത് പറയേണ്ടതില്ല. പിന്നെ ഈ 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ ഉണ്ടോ, ഈ സ്റ്റിയറിംഗ് വീൽ എനിക്ക് തോന്നുന്നു ഈ കോമ്പാക്ട് SUV സെഗ്മെൻറ്റിലെ ഏറ്റവും പ്രീമിയം ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് എന്നുള്ളതാണ്. ഈ AC വെന്നും ഉണ്ട് അങ്ങനെ ഒരു കാര്യം പറയാനായിട്ട്. മികച്ച ഒരു AC വെൻ ഡിസൈനാണ്. ഈ ഇൻസൈറ്റ് ഉണ്ടോ, ഈ ഇൻസൈറ്റിന് മുകളിൽ കൊടുത്തുള്ള ആ ഒരു ഇൻസൈറ്റുകൾ കണ്ടോ, ഒരു ഇത്തിരി ഫങ്കി ആക്കാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു ഫംഗിനെസ് കാണാം. ഇവിടെ ആ ഒരു ഹണികോം പാറ്റേണുകളുണ്ട്, ആ ഒരു ഗ്രീൻ ഇൻസൈറ്റ് ഉണ്ട്, അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇവിടെ ഹെഡ് ലാമ്പ് കൺട്രോൾസും കൂടാതെ ആ ഒരു ഹെഡ് ലാമ്പ് ലെവലിംഗ് ആണ് വലതുവശത്ത് കാണാം. അത് ഫ്യൂസ് ബോക്സ് ആണ്. എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്ന് പറയുന്നത് സ്റ്റിയറിംഗിൻ്റെ ആ ഒരു കീ പൊസിഷനിലാണ്. അവിടെ വൃത്തിയോടെ നോക്കിയിട്ടില്ല, നീറ്റായിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വോളിയം കൺട്രോൾസ് സ്റ്റിയറിംഗിലെ അതും ഹൈ ക്വാളിറ്റിയാണ് എന്നുള്ളതാണ്. 25.6 സെൻറ്റിമീറ്റർ ആണ് ആ ഒരു മീഡിയ സ്ക്രീൻ. അതിനകത്തേക്ക് വരാം. കൈലാക്കിൻ്റെ സീറ്റ് ഇലക്ട്രിക് ആണ് കേട്ടോ. ഈ ഒരു ടോപ്പിൻ്റെ വേരിയൻറ്റിൻ്റെ ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. കൂടാതെ വലിയ പെഡലുകളും ആ ഒരു ഡെഡ് പെഡലും ഈ വണ്ടിയിലുണ്ട്. ഈ ഡാഷ്ബോർഡിൻ്റെ കാര്യം പറയുമ്പോൾ ഇതിനകത്ത് ആ ഒരു ഫ്ലോട്ടിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം, ഫ്ലോട്ടിംഗ് എന്ന് പറയുന്ന സ്ക്രീൻ ഉണ്ട്. പിന്നെ ഒരു വാട്ടർഫോൾ ഡിസൈൻ അല്ല. അതിൻ്റെ ഒരു ഗിയർ ഷിഫ്റ്റർ കണ്ടോ, ആ ഒരു ഗിയർ ഷിഫ്റ്റർ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കിൻ്റെയാണ്. ഈ AC കൺട്രോൾസൊക്കെ കുശാക്കമായിട്ട് സാമ്യമുണ്ട്. AC വെൻറ്റിനും ഉണ്ട്. അത് ഇവിടെ ഈ കപ്പ് ഹോൾഡറിന് അവർ പറയുന്നത് ഗ്രിപ്പ് ചെയ്യുന്നതാണ്. കപ്പ് ഹോൾഡർ നമുക്ക് കപ്പ് തുറക്കാനായിട്ട് ബുദ്ധിമുട്ടില്ല, ആ ഒരു ഗ്രിപ്പ് ചെയ്യുന്നതാണ്. സിംപ്ലി ക്ലിയർ ആയിട്ടുള്ള കാര്യമായിട്ട് പറയുന്നത്. പിന്നെ ഹാൻഡ് ബ്രേക്കിന് ഒരു ക്രോം ഇൻസെർട്ട് ഉണ്ട്. ഇവിടെ ഒരു മൊബൈൽ വെക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു ആംറസ്റ്റ് ഉണ്ട്. ഈ ആംറസ്റ്റിനകത്ത് അത്യാവശ്യം സ്പേസും ഉണ്ട് എന്നുള്ളതാണ്. ഈ സെൻട്രൽ കൺസോളിൻ്റെ ഡിസൈൻ ഭംഗിയാണ് കേട്ടോ. ഇരുവശത്തും കൊടുത്ത എലമെൻറ്റുകൾ കൊള്ളാം. പിന്നെ ആ ഒരു വലിയ പാഡ് കണ്ടോ, ആ പാഡ് വയർലെസ് ചാർജിങ് പാഡാണ്. അപ്പോൾ USB-C വയർലെസ് ചാർജിങ് പാഡുകൾ ഈ വണ്ടിക്കുണ്ട്. അതിൻ്റെ ഒരു കാര്യമായിട്ട് കാണാം. കുറച്ച് ഡീപ്പാണ് അത്. മൊബൈൽ തീർത്തും അകത്തേക്ക് കയറ്റി വയ്ക്കാം. ഒരു മൊബൈലല്ല, ഒരു പേഴ്സ് മൊബൈൽ വയ്ക്കാനുള്ള അത്രയും ഡീപ്പാണ് എന്നുള്ളതാണ്. ഇനി ഗ്ലോ ബോക്സോ, ഗ്ലോ ബോക്സിലും കൊണ്ടൊരു കാര്യം, ഈ ഗ്ലോ ബോക്സ് വലിയ ഗ്ലോ ബോക്സാണ്. ഇത് കണ്ടോ, ഒരു എക്സ്ട്രാ സ്റ്റോറേജ് ആ ഒരു ഗ്ലോ ബോക്സിനകത്ത്. പിന്നെ ഗ്ലോ ബോക്സിൻ്റെ മുകളിലായിട്ടാണ് നമുക്ക് ആ ഒരു കൂളിംഗ് ഓപ്പണിംഗ് തുറക്കുന്ന ആ ഒരു കാര്യം കാണാം. കണ്ടില്ലേ, ഇതിന് കൂളിംഗ് ഫംഗ്ഷനും ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഇവിടെ എയർ ബാഗ് ഓഫ് ചെയ്യാനുള്ള ആ ഒരു പാസഞ്ചർ എയർ ബാഗ് ഓഫ് ചെയ്യാനുള്ള ഒരു കാര്യം കാണാം. ഡോറ് തുറക്കുന്നത് വൈഡായിട്ടല്ല, 90 ഡിഗ്രി എന്ന് പറയാൻ പറ്റില്ല, ഒരു 80 ഡിഗ്രി എന്ന് പറയാൻ പറ്റുമോ? പറ്റും. പിന്നെ ഈ ഡോറിന് ആ ഒരു ടിപ്പിക്കൽ ഫോക്സ്വാഗൺ തട്ടുണ്ടോ? യെസ്, ഉണ്ടല്ലോ. സ്കോഡ കൈലാക്കിൻ്റെ ബാക്ക് സീറ്റിലേക്ക് കയറുമ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ ബാക്ക് സീറ്റ് എന്ന് പറയുന്നത് തീർത്തും വലിയ ബാക്ക് സീറ്റ് ആണോ വെച്ചാൽ അല്ല. കുശാക്കിനേക്കാളുമുള്ള നീളക്കുറവ് നമുക്ക് ഈ സീറ്റിൽ കാണാം. ഇതിൻ്റെ ചാര് പെർഫെക്റ്റ് ആണ്. ഇതിൻ്റെ തൈ സപ്പോർട്ടിൽ ഒത്തിരി കുറവുണ്ട്, ലെഗ് സ്പേസിൽ ഒത്തിരി കുറവുണ്ട്. കുറവല്ല, ഈ ഒരു അണ്ടർ 4 മീറ്റർ വണ്ടികളിലെ ഒരു കാര്യമായിട്ട് പറയുമ്പോൾ ഓക്കെയാണ്. സീറ്റ് പോക്കറ്റുകളിൽ മൊബൈൽ വയ്ക്കാനുള്ള ചെറിയ ഒരു കാര്യം കൊടുത്ത് ക്ലെവറായിട്ടുള്ള കാര്യമാണ്. AC വെൻറ്റുകൾ കാണാം. താഴെ ആ ഒരു പോട്ടുകളുണ്ട്. 2 സീറ്റിനും ആ ഒരു ഡോർ പോക്കറ്റ് ഉണ്ട്. എനിക്ക് ഈ ഒരു സീറ്റിൻ്റെ അപ്പോൾസറി ഇഷ്ടപ്പെട്ടു. നല്ല ആ ഒരു അപ്പോൾസറിയാണ്. ഹെഡ് റെസ്റ്റ് സോഫ്റ്റ് ആണ്. കൂടാതെ ഇവിടെ ഒരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആംറസ്റ്റിനകത്ത് നമുക്കൊരു കപ്പ് ഹോൾഡർ കാണാം. ചൈൽഡ് സീറ്റ് ടെതറുകളുണ്ട്, എല്ലാം ഉണ്ട് എന്നുള്ളതാണ്. മിഡിൽ ഹമ്പ് വലിയ എവിഡൻ്റ് അല്ല, പക്ഷേ AC വെൻറ്റുകൾ പ്രൊട്യൂഡ് നിൽക്കുന്നതുകൊണ്ട് കാരണം 3 പേർക്ക് ഇരിക്കുക എന്ന് പറയുന്നത് ഓക്കെ, ലോക്കൽ ജേണിക്ക് കുഴപ്പമില്ല. ലോങ് ട്രാവൽ ഒത്തിരി ബുദ്ധിമുട്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ആ ഒരു മാറ്റൊക്കെ കണ്ടോ. ഈ ഡോർ പാഡിലുമുണ്ട് ആ ഒരു ഗ്രീൻ ഇൻസൈഡ് എന്നുള്ളതാണ്. ഹണികോം പാറ്റേണുമുണ്ട്, സ്പീക്കറുമുണ്ട്, വലിയ ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. ഇവിടെ സ്റ്റോറേജ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇനഫ് സ്റ്റോറേജ് സ്പേസ് ഈ വണ്ടിക്കകത്തുണ്ട് എന്നുള്ളതാണ്. സോണറ്റിനുണ്ട്, പക്ഷേ കൈലാക്കിനില്ല. അത് ഈ കർട്ടനാണ്. ഒരു കർട്ടൻ കൂടി ഉള്ളത് നല്ലതായിരുന്നു, പക്ഷെ അതില്ല, ഷെയ്ഡില്ല എന്നുള്ളതാണ്. ഈ ഒരു റെയിൻ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ബീഡിങ് കണ്ടോ. ഈ ബീഡിങ് എന്ന് പറയുന്നത് പുതിയ കാറുകളുടെ ഇതിന് സമാനമായിട്ടുള്ളതല്ല, ഒരു ഇത്തിരി വ്യത്യാസമുള്ളൊരു കാര്യമായിട്ടാണ് കാണുക. വീണ്ടും ആ തട്ട് സൗണ്ട്. റൂഫ് ബ്ലാക്ക് അല്ല, പക്ഷേ ഷാർക്ക് ഫിൻ തന്നെ ബ്ലാക്ക് ആണ്. അത് അരാജകമാണോ അല്ലയോ നിങ്ങൾ താഴെ കമൻറ്റ് കേട്ടോ. ഒരു ഇൻബിൽറ്റ് സ്പോയിലർ കൂടി ഈ ഒരു കൈലാക്കിനുണ്ട്. കൂടാതെ റിയർ വൈപ്പറും ഡിഫോഗറും ഒക്കെ ഈ ഒരു പ്രസ്റ്റീജ് എന്ന് പറയുന്ന ഈ ഒരു വേരിയൻറ്റ് കാണാം എന്നുള്ളതാണ്. പാനൽ ഗ്യാപ്പുകൾ എങ്ങനെ, അതുപോലെ ബിൽഡ് ക്വാളിറ്റി എങ്ങനെ, ഫിറ്റ് ആൻഡ് ഫിനിഷ് എങ്ങനെ. എനിക്ക് തോന്നുന്നു ഒരു സ്കോഡ കാർ അല്ലെങ്കിൽ ഇതുപോലുള്ള വണ്ടികളൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് അതൊക്കെയാണ്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി, അത്യാവശ്യം കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പാനൽ ഗ്യാപ്പുകൾ, ഫിറ്റ് ആൻഡ് ഫിനിഷിൻ്റെ കാര്യത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ്, അതായത് നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷിലുള്ള വണ്ടി. ഇതൊക്കെയാണ് ഒരു സ്കോഡയുടെ വണ്ടി വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണം എന്നുള്ളതാണ്. എനിക്ക് മുൻവശത്ത് ആ ഒരു ഗ്രില്ലിൻ്റെ ആ ഒരു പാറ്റേൺ ഇഷ്ടപ്പെട്ടു, വരകൾ ഇഷ്ടപ്പെട്ടു, ലോഗോ പ്ലേസ്മെൻറ്റ് കൊള്ളാം. ഇവിടെ കൊടുത്ത ആ ഒരു ചെറിയ ഡിപ്പ് പോലുള്ള ഭാഗം കൊള്ളാം. ഗ്ലാസ് ഏരിയ നല്ലതാണ്. മുകളിൽ കാണുന്ന ആ ഒരു സ്റ്റിക്കർ വർക്കുകളുടെ പോലുള്ള ആ ഒരു ഭാഗം നല്ലതാണ്. ടോപ്പ് കൊള്ളാം. മൊത്തത്തിൽ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു സ്കോഡയാണ് കൈലാക്ക്. ഐ ലൈക്ക് ഇറ്റ്. ഈ കാണുന്നതാണ് ടോ ഹുക്കിൻ്റെ ഓപ്പണിംഗ് എന്നുള്ളതാണ്. സ്കോഡ കൈലാക്കിന് ഇന്ത്യയുമായിട്ട് ബന്ധമില്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റാക്കുകളാണ്. ഇതിപ്പോഴും യൂറോപ്യൻ കോൺഫിഗറേഷനാണ്. വലതുവശത്ത് വൈപ്പറും ഇടതുവശത്ത് ആ ഒരു ഇൻഡിക്കേറ്ററും കാര്യങ്ങളും. അപ്പോൾ അതിന് മുകളിലാണ് ആ ഒരു ക്രൂയിസ് കൺട്രോളൊക്കെ കാണാം. ഈ വണ്ടിക്കകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്റ്റിയറിങ്ങിന് ടെലിസ്കോപ്പിക് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട് എന്നുള്ളതാണ്. കാരണം
എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ളത് ആ ഒരു ടെലസ്കോപ്പിക് അഡ്ജസ്റ്റ്മെൻറ്റ് വേണം എന്നുള്ളതാണ്. നമുക്ക് അത്യാവശ്യം ബാക്കിലേക്ക് ഇരുന്ന് അത്യാവശ്യം ലെഗ് സ്പേസ് ഒക്കെ ഇട്ട് ഓടിക്കുമ്പോൾ ആ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് കവേർഡാണ്. പിന്നെ സ്റ്റിയറിങ്ങും ആ ഒരു ഭാഗവുമായിട്ടുള്ള അല്ലെങ്കിൽ മീറ്റർ ക്ലസ്റ്ററുമായിട്ടുള്ള ആ ഒരു ഭാഗം ക്ലോസ് ചെയ്തുകൊണ്ട് ആ ഒരു ലെതർ ഇൻസേർട്ട് വെച്ചിട്ടാണേ അത് ഓക്കെ കൊള്ളാം. സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു സ്ക്രീൻ ഓണായി വരും. ഓണായി വരിക എന്ന് പറയുമ്പോൾ ശരിക്കും ഇതിനകത്ത് സ്കോഡയുടെ ലോഗോയും ഒക്കെ ആയിട്ടാണ് ഓണായി വരുന്നത്. അങ്ങനെ ഓണായി വരുമ്പോൾ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടാണ് നമ്മുടെ ആൻഡ്രോയിഡ് ഓട്ടോ എന്ന് പറയുന്നത്. ഇവിടെ ESP ഓഫ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ഉണ്ട്, ഇത് സെറ്റിങ്സ് ആണ്. ഈ സ്ക്രീനിനകത്ത് വേസ് എന്ന് പറയുന്ന ഇൻബിൽറ്റ് മാപ്പ്, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ പോലുള്ള കാര്യങ്ങളുണ്ട്. എനിക്ക് UI ഇഷ്ടപ്പെട്ടു. സ്ക്രീനിൻ്റെ ആ ഒരു ബാക്കി നിൽക്കുന്ന ഭാഗത്ത് ബട്ടൺസ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാണെന്ന് തോന്നിയില്ല. സെറ്റിങ്സിനകത്ത് പോയി കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, ക്വിക്ക് സെറ്റിങ്സ്, സ്ക്രീൻ ഓഫ്, ആ ഒരു ഓഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഇക്വലൈസറും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ലൈറ്റ്സ് എന്ന് പറയുന്നത് ലൈറ്റ് സെറ്റിംഗ്, ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ പാനൽ ലൈറ്റിംഗ് ആണ്. ആ ഒരു കമ്മിങ് ഹോം ലൈറ്റാണ്. അതിനകത്ത് ആംബിയൻ ലൈറ്റിംഗ് ഇല്ല. ഓട്ടോമാറ്റിക് ഹെഡ് ലാംപ്സ് ഉണ്ട്, അത് കാണാം. പിന്നെ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഓക്കെ ബ്ലൂടൂത്ത് ഫോൺ, ഓഡിയോ കാര്യങ്ങളാണ്. ഇനി കാർ എന്ന് പറയുന്ന ആ ഒരു സെറ്റിങ്സിനകത്ത് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ESC അത് ആക്ടിവേറ്റഡ് ആണ്. ലൈറ്റ് സെറ്റിങ്സ് ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ ഇവിടെ ഇൻറ്റീരിയർ ലൈറ്റിങ്ങിൻ്റെ കാര്യം കാണാം, അതായത് ആ ഒരു കാര്യമേ ഉള്ളൂ. പിന്നെ ഇവിടെ ടൈം ആൻഡ് ഡേറ്റ്, മിറർ ആൻഡ് വൈപ്പേഴ്സ് എന്ന് പറയുമ്പോൾ മിറർ ഫോൾഡിംഗ് ആൻഡ് ലോക്കിംഗ്, ഓക്കെ സ്വിച്ച് ഓൺ ഓട്ടോമാറ്റിക്കലി വൈപ്പേഴ്സാണ്. വൈപ്പ്, റിയർ വിൻഡോ ഇൻ റിവേഴ്സ്, അതായത് നമ്മൾ റിവേഴ്സ് ഇട്ടാൽ ഫ്രണ്ട് വൈപ്പർ ഓൺ ആണെങ്കിൽ ആ ഒരു പിന്നിലെ വൈപ്പർ കൂടി വർക്ക് ചെയ്യുമെന്നുള്ളതാണ്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനകത്ത് നമുക്ക് ആ ഒരു റീസെറ്റ് കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇവിടെ ടയേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ TPMS ഇതിനകത്തുണ്ട്. അതുപോലെ യൂണിറ്റ്സ് നമുക്ക് മാറ്റാൻ പറ്റും, KM അല്ലെങ്കിൽ മൈൽസ് ആകാം. ഇവിടെ വാലെ വെഹിക്കിൾ ചാർജസും ഫാക്ടറി സെറ്റിങ്സ് കാണാം. മീഡിയ ഓക്കെ ഒബ്വിയസ്ലി അത് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. ആപ്പിനകത്ത് ആ ഒരു ഇൻസ്റ്റാൾ ചെയ്ത ആപ്പുകൾ കാണാം. പിന്നെ നോട്ടിഫിക്കേഷനും. അപ്പോൾ ഹോമിനകത്ത് ഒന്നുകൂടി പോകുമ്പോൾ ആ വേസ്, ആ ഒരു റെഡ്മി നോട്ട്, ഡ്രൈവിംഗ് ഡാറ്റ, റെഡ്മിൻ്റെ ഫോണാണ്. ആ ഒരു ഫ്യൂൽ കൺസംപ്ഷൻ മൈലേജ് ഒരു ഇത്തിരി കുറവാണ്, ടർബോ പെട്രോളാണ്. യുവർ ആപ്പ് എന്ന് പറയുമ്പോൾ 2 ആപ്പ് കിട്ടുള്ളൂ, അത് 2 ആപ്പുകളാണ്, വേസ് അല്ലെങ്കിൽ സൈജിക്കാണ്. ഇപ്പോൾ സ്കോഡ ആപ്പ് എന്ന് പറയുന്ന ആ ഒരു പ്ലേ ആപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമുക്ക് ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇനി വേണ്ടെങ്കിൽ ഇത് സ്വിച്ച് ഓഫും ചെയ്യാം, മ്യൂട്ട് ചെയ്യാനും സ്വിച്ച് ഓഫ് ചെയ്യാനും പറ്റി ഞെക്കി പിടിച്ചാൽ. അപ്പോൾ ഇത് അത്യാവശ്യം ഇൻറ്റ്യൂട്ടീവാണ്, അത്യാവശ്യം റെസ്പോൺസീവാണ്. എനിക്കിതിൻ്റെ ആ ഒരു UI ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തോളൂ. എനിക്ക് ഈ സ്കോഡയുടെ ക്ലസ്റ്ററിൻ്റെ ആ ഒരു കോൺഫിഗറേഷൻ ഇഷ്ടമാണ്. ഇപ്പോൾ ടാക്കോമീറ്റർ വിത്ത് സ്പീഡ്, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ ഒരു കോൺഫിഗറേഷൻ. ഇനി വേണമെങ്കിൽ സ്പീഡ് മാത്രമാക്കാം, RPM ടോപ്പിലേക്ക് കയറ്റിയിട്ട്. പിന്നെ നമുക്ക് ആ ഒരു സ്പീഡും ഡിജിറ്റൽ അല്ലെങ്കിൽ അനലോഗ് സ്പീഡാക്കാം. അതുമാത്രമല്ല നേരത്തെ വന്ന ടാക്കോമീറ്ററിൻ്റെ കാര്യം വന്നു. ഞാൻ ആ ഒരു ഗിയർ ഇൻഡിക്കേറ്ററും അല്ലെങ്കിൽ ആ ഒരു ടാക്കോമീറ്ററും ഒക്കെ കണ്ടുപിടിക്കുക. ആവശ്യമുള്ള ഇൻഫർമേഷൻ ടെമ്പറേച്ചർ മീറ്റർ ഉണ്ട്, കൂടാതെ അവിടെ ആ ഒരു ഫ്യൂൽ മീറ്ററും കാണാമെന്നുള്ളതാണ്. ഇനി ഇതിനകത്തുകൂടെ ഒന്ന് കൈ ഓടിച്ചാലോ? സാധാരണ നമ്മൾ ആ ഒരു സ്കോഡ കുശാക്കിൽ കണ്ട അല്ലെങ്കിൽ സ്ലാവിയയിൽ കണ്ട ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ്. തീർത്തും ആ ഒരു പാർട്ട് ഷെയറിങ് ഇവിടെ നമുക്ക് എവിഡൻ്റ് ആണ് എന്നുള്ളതാണ്. നത്തിങ് ടു എക്സ്പ്ലെയിൻ, കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണിത്. നോ ഡിസ്പ്ലേ വെച്ചാൽ ഒന്നും കാണില്ല, ഓക്കെ. പക്ഷെ അത് രസമല്ലല്ലോ, നമുക്ക് ഡ്രൈവിംഗ് ഡാറ്റ വയ്ക്കാം. ആക്സിഡൻ്റലി ഫാനിൻ്റെ സ്പീഡ് കൂടുന്നത് ഈ ടച്ച് പാനലിൽ ഉഷാക്കിൽ സംഭവിച്ച സെയിം കാര്യമാണ്. പിന്നെ വെന്റിലേറ്റർ സീറ്റിൻ്റെ സ്വിച്ചുകൾ വെച്ചത് 2 ഡമ്മികളുടെ ഇടയിലാണ്. അത് എന്ന് പറയുന്നത് 2 ഡമ്മി ഒരു സ്വിച്ച് എന്നുള്ള നിലയ്ക്കാണ്. ഇവിടെ എന്തെങ്കിലും വെക്കാം. ഇവിടെ ലോക്ക് അൺലോക്ക്, ഇത് ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ്, ഇതാണ് ആ ഒരു വെന്റിലേറ്റർ സീറ്റിൻ്റെ ഫംഗ്ഷൻ എന്നുള്ളതാണ്. ഇനി സ്കോഡയുടെ തനതായ ഒരു സംഗതി, ഡാഷ്ബോർഡ് കാണാം. ആ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസുള്ള ഭാഗം, ദൈവങ്ങളുടെ ഫോട്ടോ വയ്ക്കാനോ അല്ലെങ്കിൽ വിഗ്രഹം വയ്ക്കാനോ ഒക്കെ പറയണവർ. പിന്നെ ഇവിടെ ഒരു ടിക്കറ്റ് ഹോൾഡർ കൂടി കാണാം, സിംപ്ലി ക്ലെവർ. ഓട്ടോ ഡിമ്മിങ് ഉള്ള ഈ ഒരു മിറർ കൊള്ളാട്ടോ, നൈസാണ്. പിന്നെ സൺവൈസറിലൊരു മിറർ മാത്രമേ ഉള്ളൂ, ലൈറ്റും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. സ്പ്രിംഗ് ലോഡറാണ് ഈ ഒരു എന്താ പറയുക ഹാൻഡിലെന്ന് കാണാം. പിന്നെ സീറ്റ് ബെൽറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ല എന്നുള്ളതും ഒരു കാര്യമായിട്ട് കാണാം. എനിക്ക് തോന്നുന്നു ഇവിടെ എയർ ബാഗുകളുണ്ട്, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാത്തതാണ് അവർ. ഈ ക്യാബിൻ ലൈറ്റുകൾ എന്ന് പറയുന്നത് ആ ഒരു ചെറിയ ഒരു LED ആണ്. കൂടാതെ ഇവിടെയാണ് സൺറൂഫ് ഓപ്പണിങ്ങിൻ്റെ ആ ഒരു ബട്ടൺ. ഡ്രൈവർ സൈഡിൽ ഒന്നുമില്ല, ഒരു ചെറിയ ടിക്കറ്റ് ഹോൾഡർ മാത്രമേ കാണൂ സൺവൈസറിൽ. എല്ലാ കമ്പനികളും ഹാൻഡ് ബ്രേക്ക് അഥവാ പാർക്ക് ബ്രേക്ക് ഇലക്ട്രിക് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ ഒരു എന്താ പറയുക ഇലക്ട്രിക് പാർക്ക് ബ്രേക്ക് വേണമെന്നില്ല, ഹാൻഡ് ബ്രേക്കാണ് ഇഷ്ടം, അതായത് ഈ ലിവറാണ് ഇഷ്ടം. നിങ്ങൾക്ക് എങ്ങനെയാണ്? താഴെ കമൻറ്റ് ചെയ്യൂ. സ്കോഡ ഫോക്സ്വാഗൺ കാറുകൾ കാണുന്ന കാര്യം ഇൻഡിക്കേറ്റർ ഇട്ട് അകത്ത് കാണുന്ന ആ ഒരു കുനിപ്പാണ്. ഇൻഡിക്കേറ്റർ ഇട്ടു എന്നുള്ളത് അകത്തിരുന്നാലും അറിയാൻ പറ്റും എന്നുള്ളതാണ്. ഈ ഹെഡ് ലാമ്പിനകത്ത് കോർണറിങ് ലൈറ്റ്സും ഉണ്ട് കേട്ടോ. ഇതാണ് സ്കോഡ കൈലാക്കിൻ്റെ സീറ്റുകൾ, ഫ്രണ്ട് സീറ്റുകൾ. ഒരിത്തിരി വീതി കുറവുണ്ടെങ്കിലും നല്ല ബോൾസിങ് ആണ്, നല്ല ആ ഒരു തൈസപ്പോർട്ടാണ്. ആ ഒരു കുഴി പോലുള്ള ഭാഗം കൊള്ളാൻ വെന്റിലേറ്റർ ഫംഗ്ഷൻ കൂടി ഇരിക്കുമ്പോൾ തീർത്ത് നന്നായിരിക്കാൻ പറ്റുന്ന സീറ്റുകളാണ് എന്നുള്ളതാണ്. ഒരിത്തിരി കൂടി വീതി ഉണ്ടായിരുന്നു, നന്നായിരുന്നു. പക്ഷേ ഈ വണ്ടിയുടെ സൈസ് വെച്ച് നോക്കുമ്പോൾ ദിസ് ഈസ് ഓക്കെ. സ്കോഡ കുശാക്ക് പോലെയല്ല ഇതിൻ്റെ ഡോർ ഹാൻഡിൽ. അതുകൊണ്ട് തന്നെ ഒരു മൊബൈൽ വയ്ക്കാനുള്ള ഒരു പ്രൊവിഷൻ നമുക്ക് കൂടെ കിട്ടും. സ്കോഡയുടെ ആ ഒരു വലിയ ഹാൻഡിലാണ് പിടിക്കാൻ എളുപ്പമെങ്കിലും സ്റ്റോറേജ് സ്പേസിന് വേണ്ടിയിട്ട് ഇതാണ് നല്ലതെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഇൻസേർട്ട് ഉണ്ട്, ഇത് ലെതർ ഇൻസേർട്ട് അല്ല, ലെതറിട്ട ഇൻസേർട്ടാണ്. ഈ പാസഞ്ചർ സീറ്റിനും ആ ഒരു ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ് കാണാം.
പോളോ പോയപ്പോൾ നമ്മൾ മിസ് ചെയ്ത് തരുന്ന ഒരു എന്തൂസിയാസ്റ്റിക് കാറായിരുന്നു. ആ ഒരു പോളോയ്ക്ക് പകരക്കാരനാണോ കൈലാക്ക് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, അല്ല എന്നുള്ളതാണ്. പക്ഷേ കുറേ ഫങ്കി ആയിട്ടുള്ള വണ്ടികൾ നമ്മുടെ കോമ്പാക്ട് എസ് യു വി സെഗ്മെൻറ്റിലുണ്ട്. എനിക്ക് പഞ്ച് ഒരിത്തിരി ഫങ്കി ആയിട്ട് തോന്നിയിട്ടുണ്ട്. കൂടാതെ ആ ഒരു XUV 3XO കുറച്ച് ഫങ്കി ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ എന്താ പറയുക സോണറ്റിൻ്റെ ഫ്രണ്ടും കുറച്ച് ഫങ്കി ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇത് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ്. ഒരു ടൈംലെസ് ഡിസൈനിൻ്റെ ഒരു ഭാഗത്ത് കൂടെയൊക്കെ പോയിട്ടുള്ള ഒരു ഡിസൈനാണെന്ന് പറയാം. ഡിസൈൻ എനിക്ക് ഇഷ്ടമെന്ന് പറയുന്നത്, ഭയങ്കരമായിട്ട് ഇഷ്ടമെന്ന് പറയുന്നത് സോണറ്റിൻ്റെ ഡിസൈൻ എനിക്ക് ഇഷ്ടമാണ്. അതുപോലെ ഫീച്ചേഴ്സ് ഇഷ്ടമെന്ന് പറയുന്നത് സോണറ്റിൻ്റെ ആണ്. സോണറ്റിൻ്റെ അഡാസ് ലെവൽ 2 പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അഡാസ് ലെവൽ 2 ആണോ എന്തായാലും അഡാസ് ഉണ്ട്. 3XO ഒക്കെ ആണെങ്കിൽ എൻജിൻ ഓപ്ഷൻസിൻ്റെ അല്ലെങ്കിൽ ഗിയർ ബോക്സിൻ്റെ ഓപ്ഷൻസിൻ്റെ ആ ഒരു ബഹളമുണ്ട്. ഇവിടെ അതൊന്നുമില്ല. ഇവിടെ എന്ന് പറയുന്നത് ഒറ്റ എഞ്ചിനും 2 ഗിയർ ബോക്സും, ഓട്ടോമാറ്റിക് മാനുവൽ ആ ഒരു 999cc അത് തന്നെയാണ് ആ എഞ്ചിൻ എന്ന് പറയുന്നത്. പക്ഷേ കുശാക്കിന് വിഭിന്നമായിട്ട് ആ ഒരു വണ്ടിയുടെ എൻജിൻ ഈ ഒരു വണ്ടിക്ക് വന്നപ്പോൾ ഇത് ഭയങ്കര രസമായി ഓടിക്കാനായിട്ട്. ഭയങ്കര രസം എന്ന് പറയുമ്പോൾ 10.5 സെക്കൻഡിൽ 100. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു റൈഡ് എന്ന് പറയുന്നത് സോഫ്റ്റ് സൈഡാണ്. ഇതിൻ്റെ റൈഡ് സോഫ്റ്റ് സൈഡാണെന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ പറയേണ്ട കാര്യം റോഡിലെ ചെറിയ ആ ഒരു കാര്യങ്ങൾ വരെ ടയറിലൂടെ നമുക്ക് അകത്തേക്ക് ഇടുന്നുണ്ട്. അത് ഇത്തിരി ഇമ്പാക്റ്റബിൾ ആയിട്ട് കാണുന്നുണ്ട്. ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി ഉണ്ട്. ഞാൻ സില്ലി സ്പീഡിലൊക്കെ ഓടിച്ച് നോക്കുമ്പോൾ വണ്ടി ക്ലീൻ ആയിട്ട് നിൽക്കുന്നുണ്ട്. എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സസ്പെൻഷൻ്റെ ആ ഒരു ഒരിത്തിരി വേഗ്നെസ് ഉണ്ട് സസ്പെൻഷന്. അത് എനിക്ക് തോന്നുന്നു അത്ര സ്പീഡിലൊന്നും ആരും വണ്ടി ഓടിക്കില്ല എന്നുള്ളതുകൊണ്ട് അത് കാര്യമായിട്ട് കാണണ്ട. സ്റ്റിയറിംഗ് നല്ലതാണ്. സ്റ്റിയറിംഗ് നല്ല പറയുമ്പോൾ നൈസ് സ്റ്റിയറിംഗ് ആണ് എന്ന് പറയുമ്പോൾ പ്രസിഷനുള്ള നല്ല ഒരു സ്റ്റിയറിംഗ് ആണ് ഈ ഒരു കൈലാക്കിൻ്റെ എന്നുള്ളതാണ്. കാണാൻ മാത്രമല്ല വർക്ക്സ് വെൽ. പിന്നെ ആ ഒരു റീച്ചുള്ളതുകൊണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ ആ ഒരു ഫീലൊക്കെ കണ്ടോ. ഇനി ഞാനിങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ മാനിലേക്ക് മാറ്റി അറിയാതെ M6 ആണ്. ഞാൻ ഒന്ന് ഡിയിലേക്ക് വീണ്ടും മാറ്റി ഒന്ന് ക്വിക്കായിട്ട് ഷിഫ്റ്റ് 3ലേക്ക് മാറി പാഞ്ഞു കയറി പോയി. ഓക്കെ, അതായത് കിക്ക് ഡൗൺ എന്ന് പറയുന്നത് DSG ആയിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ 4A ടോർക്ക് കൺവേർട്ടർ ഇത് അടിപൊളിയാട്ടോ, ഒന്നും പറയാനില്ല. ഇപ്പോൾ ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ അല്ലെങ്കിൽ CNG അല്ലെങ്കിൽ ഇലക്ട്രിക് അങ്ങനെയുള്ള മറ്റ് പല വണ്ടികളും നമ്മൾ ഓടിച്ചിട്ടുണ്ട്. പക്ഷേ ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സും പെട്രോൾ എഞ്ചിൻ ടർബോയും കൂടിയിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് മികച്ചതാണ്. ആ മികവ് നമുക്ക് ഈ വണ്ടി കാണാം. ഇതിൻ്റെ ലോ റേഞ്ച് കൊള്ളാം. ഇപ്പോൾ 175 ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നത് അത്യാവശ്യം വണ്ടിയെ വലിച്ചു കൊണ്ടുപോകാൻ പ്രാപ്തമാണ്. കൂടാതെ 115 BHP അത്ര മോശമായിട്ടുള്ള BHP അല്ല എന്നുള്ളതാണ്. അപ്പോൾ 10.5 സെക്കൻഡിൽ ആ ഒരു ഫാസ്റ്റായിട്ട് പോകുന്ന വണ്ടി, 100-ലെത്തുന്ന വണ്ടി എന്ന് പറയുന്നത് സില്ലി സ്പീഡിലേക്ക് ഓടിക്കാൻ പറ്റുന്ന വണ്ടി എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരൻ ഒരു സ്കോഡ വാങ്ങുമ്പോൾ അങ്ങേർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ അയാൾക്ക് കിട്ടുന്ന അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു ഫണ്ട് എന്ന് പറയുന്നത് ഈ ഒരു വണ്ടിയിലുണ്ട് എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. എനിക്ക് ആകെ കുറച്ച് ഒരു പ്രശ്നമുള്ളത് മൈലേജാണ്. അതായത് ടർബോ പെട്രോൾ ആണല്ലോ, നമ്മൾ ചവിട്ടി ഓടിച്ചാൽ വണ്ടി എണ്ണ നല്ലോണം കുടിക്കും. അത് ഇവിടെയും കാണാം. അതായത് സെഡേറ്റീവായിട്ടല്ല ഓടിക്കുന്നതെങ്കിൽ സിംഗിൾ ഡിജിറ്റാണ് ഈ ഒരു വണ്ടിയുടെ മൈലേജ് എന്നുള്ളതാണ്. ഇതിന് 15 വീലാണ് ഈ ഒരു പ്രസ്റ്റീജ് വേരിയൻറ്റിന്. താഴെ വേരിയൻറ്റിന് 16 ആകുമ്പോൾ ഒന്നും കൂടി പ്ലഷ് ആവാൻ ചാൻസ് ഉണ്ട് റൈഡ്. ഇതിൻ്റെ റൈഡും പ്ലഷാണ്, പ്രശ്നമൊന്നുമില്ല. അതായത് എനിക്ക് ഇഷ്ടപ്പെട്ടു, റൈഡ് ക്വാളിറ്റി കൊള്ളാം. ഞാൻ പറയുന്നത് ഒരു ചെറിയ കാര്യങ്ങൾ വരെ അകത്തേക്ക് എത്തുന്ന ഒരു കാര്യം മാത്രമാണ് ഇത്തിരി ഒരു കാര്യമായിട്ട് തോന്നിയത്. അതൊരു വലിയ പ്രശ്നമൊന്നുമല്ല. അതായത് ഈ വണ്ടി കൊള്ളാം. പിന്നെ മിററുകൾ ചെറുതാണ്. അത് സ്കോഡയുടെ എല്ലാ വണ്ടിക്കും ഞാൻ പലപ്പോഴും പറയുന്ന കാര്യമാണ്. അത് ഈ വണ്ടി കൊണ്ട് ഒരു ഇത്തിരി കൂടി വലിയ മിററുകളാവായിരുന്നതാണ്. ഇപ്പോൾ നമ്മളിരിക്കുന്നത് ഉയർന്നുകൊണ്ടാണ്, ബോണറ്റ് കൊണ്ടാണ് ഓടിക്കുന്നത്. ഒരു SUV സ്റ്റാൻസാണ്, കാല് കൊടുത്താൽ പാഞ്ഞ് കയറി പോകുന്ന ആ ഒരു ഫീലുണ്ട്. രസമായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട്. ത്രോട്ടിൽ റെസ്പോൺസ് കൊള്ളാം, ബ്രേക്ക് കൊള്ളാം, നല്ലതാണ്. ഇപ്പോൾ നമ്മൾ ചവിട്ടിയെടുത്ത് കിട്ടുന്ന ഒരു വിധത്തിലേക്ക് ബ്രേക്കിംഗ് ഉണ്ട്. എനിക്ക് തോന്നുന്നു 4 വീൽ ഡിസ്കിൻ്റെ ആവശ്യം എനിക്ക് ഈ വണ്ടിക്ക് ഒരിടത്തും തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. വേണമെങ്കിൽ ഫാൻസി ആയിട്ടില്ല എന്ന് പറയാം എന്നേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ആ ഒരു റൈഡ് ക്വാളിറ്റി സസ്പെൻഷനും അല്ലെങ്കിൽ ഹാൻഡലിങ് കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യമായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ ഒരു ബോഡി റോൾ കൈൻഡ് ഓഫ് കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ തിരുവൂർ ഓടിക്കുമ്പോൾ ഒന്നിങ്ങനെ കാലോടുത്ത് ഓടിക്കുമ്പോൾ ഇവിടെയാണ് ആ ഒരു സോഫ്റ്റ് സസ്പെൻഷൻ്റെ ആയിട്ടുള്ള സസ്പെൻഷൻ സോഫ്റ്റ് ആയ ഫീൽ നമുക്ക് ഫീൽ ചെയ്യുക. അതായത് വണ്ടി ഒരു ഇത്തിരി ആ ഒരു ബോഡി റോളിന് ടെൻഡൻസി കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ആ റോഡിലെ എഡ്ജുകളിലൊക്കെ ചാടുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഫീല് കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്യുന്ന ഫീൽ നമുക്ക് അറിയാൻ പറ്റും. അതായത് വണ്ടിക്ക് അതൊരു ഡിസ്കംഫർട്ടും ഇല്ല, സുഖകരമായിട്ടിരുന്ന് യാത്രയാവുന്ന ഒരു വണ്ടി തന്നെയാണ് കൈലാക്ക് ഒരു നല്ല വണ്ടിയാണ് എന്നുള്ളത് നിസ്സംശയം പറയാം. ഇന്ത്യക്ക് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുള്ള വണ്ടി, അതായത് കുശാക്കിൻ്റെയും അല്ലെങ്കിൽ ആ ഒരു സ്ലാവയുടെയും പ്ലാറ്റ്ഫോം തന്നെയാണ്. പക്ഷേ കൈലാക്കിലേക്ക് വരുമ്പോൾ ഒരു ഇത്തിരി ലൈറ്റായി ഒരു ഇത്തിരി ഒരു ഓടിക്കാനുള്ള ഫൺ ഫാക്ടർ വന്നു എന്നുള്ളത് നിസ്സംശയം പറയാം. രസമുണ്ട് വണ്ടി, നല്ല രസമുണ്ട് വണ്ടി, നല്ല രസമുള്ള ഒരു കാറാണ് കൈലാക്ക് എന്നുള്ളതാണ്. പിന്നെ പാഡ് ഷിഫ്റ്റ് വെച്ച് നമുക്കിത് മാനുവൽ മോഡാക്കാം, ലിവറിലും ആക്കാം. പക്ഷേ ഞാൻ പാഡ് ഷിഫ്റ്റാണ് കൂടുതൽ യൂസ് ചെയ്യുക. അപ്പോൾ ഡൗണൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കിക്ക് ഡൗൺ എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ ആവുന്നുണ്ട്. NVHൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു 3 സിലിണ്ടർ ആയതുകൊണ്ട് വലിയ സൗണ്ട് ഉണ്ടോ, അതായത് ഐഡ്ലിങ് നിൽക്കുമ്പോൾ ടർബോ സ്പൂൾ ചെയ്യുന്ന പോലെ ഒരു സൗണ്ട് ഇറക്കി കേൾക്കാം. പക്ഷേ ചവിട്ടിയിട്ട് ഓടിക്കുമ്പോൾ ഒരു കൂടിയ RPM 4000 ഒന്നുകൂടി ഡൗൺ ചെയ്യാം, 4500 RPM കയറി
നമ്മൾ ആ റെഡ് ലൈനോട് അടുത്തിട്ട് മാത്രമേ അകത്തേക്ക് സൗണ്ട് വരുള്ളൂ. എന്ന് വെച്ചാൽ ഇതിൻ്റെ NVH സ്പോട്ട് ഓൺ ആണ്, നല്ല NVH ഉള്ള ഒരു വണ്ടിയാണ് ഈ ഒരു സ്കോഡ കൈലാക്ക്. അഥവാ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് മറ്റുള്ള ആ ഒരു വണ്ടികളുടെ ഇടയിൽ കൂടെ പോകുമ്പോൾ ഇരുന്ന് വർത്തമാനം പറയാവുന്ന NVH ഉണ്ട്. ഡോണ്ട് യു സീ ദ ഐറണി? ക്രിസ്റ്റൽ കൈലാക്ക്. ഓക്കെ, അപ്പോൾ സ്കോഡ ഇന്ത്യക്ക് വേണ്ടി ഒരു വണ്ടി ഇറക്കുന്നു, വില കുറച്ചൊരു വണ്ടി ഇറക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് തോന്നി ഓക്കെ പ്രൈസിങ് എന്ന് പറയുന്നത് വളരെ ടോപ്പ് എൻഡ് മോഡൽ ഒരു 10 ലക്ഷം രൂപയുടെ മുകളിലൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതിന് 17 ലക്ഷം രൂപയോളം ആ ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. എന്തായാലും കുശാക്കിനേക്കാൾ 2 ലക്ഷം കുറവാണ്. അപ്പോൾ കുശാക്ക് വാങ്ങാൻ പൈസ ഇല്ല, എന്നാൽ സ്കോഡയിലേക്ക് പോകും വേണം, ഒരു നല്ല വണ്ടി ആവശ്യമുണ്ട്, 3 സിലിണ്ടർ പെട്രോൾ മതിയെങ്കിലും ഒന്ന് കുശാക്കിനേക്കാളും മേക്ക് സെൻസ് എന്ന് പറയുന്നത് കൈലാക്കാണ്. കാരണം കുശാക്കിൻ്റെ 3 സിലിണ്ടറിന് കിട്ടാത്ത ഫണ്ട് കൈലാക്കിൻ്റെ 3 സിലിണ്ടറിനുണ്ട്, ഈ ഒരു എഞ്ചിനുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു ചോയ്സ് 6 സ്പീഡ് മാനുവലാണോ 6 സ്പീഡ് ആ ഒരു ഓട്ടോമാറ്റിക് ആണോ? എൻ്റെ ചോയ്സ് ഒബ്വിയസ്ലി ദിസ് ടോർക്ക് കൺവെർട്ടർ ആണെന്നുള്ളതാണ്. എനിക്ക് ഈ ടോർക്ക് കൺവെർട്ടർ തീർത്തും ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഈ വണ്ടി കൈലാക്ക് ബെസ്റ്റ് എന്ന് പറയുന്നത് മാനുവലാണ്. പക്ഷേ ഇതിൻ്റെ ടോർക്ക് കൺവെർട്ടറിനേക്കാളും ഓട്ടോമാറ്റിക്കിനേക്കാളും അല്ലെങ്കിൽ നല്ലത് മാനുവലാണെന്ന് പറയാൻ ഒരു വലിയ കാരണമുണ്ട്. അതിൻ്റെ പ്രൈസിങ്ങാണ്. എന്ന് വെച്ചാൽ 4 വേരിയൻറ്റ്: ക്ലാസിക്, സിഗ്നേച്ചർ പ്ലസ്, പ്രസ്റ്റീജ്. ഇത് പ്രസ്റ്റീജാണ്. ഓരോ വേരിയൻറ്റും തമ്മിൽ 2 ലക്ഷം രൂപയുടെ വ്യത്യാസം റഫ്ലി. അപ്പോൾ ഈ വണ്ടികൾ തമ്മിൽ ആ ഒരു വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ബേസ് മോഡൽ ആ ഒരു സ്റ്റീരിയോ അല്ലെങ്കിൽ ടച്ച് സ്ക്രീൻ ഇല്ല. സിഗ്നേച്ചർ വാങ്ങുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ 16 വീലാണ്, ആ ഒരു 6 എയർ ബാഗ് എല്ലാം ഉണ്ട്. 9.5 ലക്ഷം രൂപയോളം. അതായത് ക്ലാസിക് എന്ന് പറയുന്ന വണ്ടിയുടെ എക്സ്ഷോറൂം പ്രൈസ് അല്ല, ഓൺ റോഡ് പ്രൈസിൻ്റെ വിലയ്ക്ക് സിഗ്നേച്ചർ ഓൺ റോഡ് കിട്ടില്ല, എക്സ്ഷോറൂം കിട്ടും. അങ്ങനെ മേടിച്ചാൽ എനിക്ക് തോന്നുന്നു 11 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ആ വണ്ടി ഇറക്കാം. അത്യാവശ്യം ഫീച്ചേഴ്സുള്ള ഒരു വണ്ടിയാണത്. അത് മാനുവലാണെന്നുള്ളതാണ്. മാനുവലാണ് നല്ല വണ്ടി എന്ന് പറയാൻ കാരണം. അതെന്താ പറയാൻ കാരണം വെച്ചാൽ അതിൻ്റെ ഗിയർ ഷിഫ്റ്റ് എന്ന് പറയുന്നത് കൃത്യതയുള്ള ഷിഫ്റ്റിംഗ് ആണ്. ക്ലച്ച് ഒരു ഇത്തിരി ട്രാവൽ കൂടുതലാണ്, ഒരു സ്പ്രിങ് ആക്ഷൻ ഒരു ഇത്തിരി പുഷ് ചെയ്യുന്നൊരു ഫീലുണ്ട്. അത് മാത്രമുള്ള ഒരു ഇത്തിരി പ്രശ്നമായിട്ട് പറയാൻ. ബാക്കി എല്ലാം കൊണ്ടും ഇതിൻ്റെ ആ ഒരു മികച്ച ഒരു മോഡലെന്ന് പറയുന്നത് മാനുവലാണ് എന്നുള്ളതാണ്. വാല്യൂ ഫോർ മണി മാനുവൽ മോഡലാണ് ഈ ഒരു കൈലാക്കിൻ്റെ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ഓടിക്കുമ്പോൾ ഞാൻ ആ ഒരു വീൽ സ്പിൻ ചെയ്യാൻ നോക്കിയിട്ട് സ്പിൻ ചെയ്യാതിരുന്നത്. ഇതിന് 4000 RPM ആ ഒരു സ്റ്റാൻഡ് സ്റ്റില്ലാരും മുകളിലേക്ക് റവ് ചെയ്യുന്നില്ല, സേഫ്റ്റിയാണ്. പിന്നെ ഇത് 6 സ്പീഡ് ഗിയർ ബോക്സാണ്. ഈ 6 സ്പീഡ് ഗിയർ ബോക്സുള്ള മറ്റൊരു വണ്ടി ഏതായിരുന്നു, അത് 3X ആണ്. അപ്പോൾ 3X പോലെ തന്നെ 6 സ്പീഡാണ് ഈ ഒരു വണ്ടി. കാല് കൊടുത്ത റെഡ് ലൈൻ സിമ്പിളായിട്ട് കയറി 6000 ആ ഒരു 100ലേക്ക് എത്തി പറന്ന് കയറി പോകുന്ന ഫീലുണ്ട്. ഈ ക്ലസ്റ്റർ എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു വണ്ടിയുടെ ഓട്ടോമാറ്റിക്കിൻ്റെ തന്നെയാണ്. കാരണം M എന്ന് പറഞ്ഞ ഇൻഡിക്കേഷൻ അവിടെ ഉണ്ട്. പക്ഷേ നമുക്ക് ആ ഒരു ഗിയർ സജഷൻ ടൂള് ഈ ഒരു വണ്ടിയിൽ ഉണ്ടെന്നുള്ള ഗുണമായിട്ട് കാണാം. ഇവിടെ ആ ഒരു സംഗതി കണ്ടോ, ആ ഒരു കണക്ഷൻ ഗ്രീനായിട്ട്, അത് ഒരു ഇത്തിരി കൗതുകമായിട്ട് തോന്നി. പിന്നെ ബാക്കിലെ ഹെഡ് റൂമിന് വേണ്ടി ചെയ്തിട്ടുള്ള ആ ഒരു ഹെഡ് ലൈനറിൻ്റെ ഒരു ഡിസൈനും നന്നായി തോന്നി. അപ്പോൾ നിങ്ങളുടെ ചോയ്സ് ഏതാ, ഓട്ടോമാറ്റിക് ആണോ മാനുവലാണോ? എന്തുകൊണ്ട് താഴെ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ അത്രേ ഉള്ളൂ. അതാണ് 2 വണ്ടികളുടെ നമ്മളൊരു കാര്യം. എനിക്ക് ഓടിക്കാൻ സുഖമായിട്ട് തോന്നിയത് ഓട്ടോമാറ്റിക് തന്നെയാണ്. പക്ഷേ ഫൺ എന്ന് പറയുന്നതും ഓടിക്കാനുള്ള ആ ഒരു ഫീലും ആ ഒരു വണ്ടിയുടെ വാല്യൂ ഫോർ മണി പ്രൊപ്പോസിഷനും മാനുവലാണ് എന്നുള്ളതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.